ഫ്രണ്ട്സ്, നമ്മുടെ നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതൊരു ഓട്ടോണമസ് സ്ഥാപനമാണ്. അപ്പോൾ നമുക്കറിയാം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ്. അപ്പോൾ ഇതിലേക്കുള്ള പെർമനൻറ്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമായിട്ട് പറയും. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് വെച്ചാൽ വിവിധ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബി, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ്, ലബോറട്ടറി, അതുപോലെ 2 നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ 2/ നിങ്ങൾക്കൂടെ കാണാം 2024/5 ഇത് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് 2024/4 രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. അങ്ങനെ 2 നോട്ടിഫിക്കേഷനിലും വിവിധ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. പോസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡ്രൈവർ, വർക്ക് അസിസ്റ്റൻറ്റ്, അതുപോലെ ട്രേഡ്സ്മാൻ, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് തുടങ്ങിയിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ് വരെയുള്ള വിവിധ പോസ്റ്റുകളുണ്ട്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെയാണ്. ക്ലർക്ക്, ഡ്രൈവർ, കുക്ക്, സെക്യൂരിറ്റി ഗാർഡ്, അതുപോലെ വർക്ക് അസിസ്റ്റൻറ്റ്, ലാബ് അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള വിവിധ വേക്കൻസികളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ്റെ ആണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ജനറൽ കാറ്റഗറിക്ക് ഇതിൽ വേക്കൻസി ഇല്ല കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് SC, ST, OBC, PWD അങ്ങനെയൊക്കെയുള്ള വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്കൂടെ കാണാൻ ജനറലും വേക്കൻസി വരുന്നുണ്ട്. ഓക്കെ, കുറഞ്ഞ വേക്കൻസികൾ ജനറലും വരുന്നുണ്ട്. ബാക്കിയൊക്കെ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനാണ്. പിന്നെ ഇതിലേക്ക് തുടക്കത്തിൽ തന്നെ പറയാം, ഇത് ഫ്രഷേഴ്സിന് പറ്റുന്നതല്ല. മിനിമം 1 year ഒക്കെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ കാണാം. അപ്പോൾ കണ്ടതിൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങളിത് കാണാം. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്കെയിൽ നമുക്ക് സാലറി വാങ്ങിക്കാവുന്ന ഇത്തരം ജോലികളൊക്കെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 61.7K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ജസ്റ്റ് വളരെ ഷോർട്ടായിട്ട് അതായത് പറയുന്ന നമ്മുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിന് കീഴിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സിൻ്റെ അതൊരു ഓട്ടോണമസ് ബോഡിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾക്കൂടെ കാണാം. അപ്പോൾ പോസ്റ്റുകളൊക്കെ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ വേക്കൻസി, നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ്, പേ ലെവൽ, അതുപോലെ തന്നെ നമുക്ക് എത്ര മന്ത്ലി കിട്ടുമെന്നുള്ള കയ്യിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 29,000 മുതൽ നമുക്ക് 58,000 ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വിവിധ സാലറി വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പോസ്റ്റും കറക്റ്റായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബി, ഇലക്ട്രോണിക്സ്, ഇത് ഒരു പോസ്റ്റാണ്. ഇത് EWS കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പോസ്റ്റിംഗ് പ്ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഊട്ടിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്കോടുകൂടി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 60% മാർക്ക് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എക്സ്പീരിയൻസ് വേണം. ഇതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ കമ്പ്യൂട്ടർക്ക് നമ്മുടെ ജസ്റ്റ് കമ്പ്യൂട്ടർ ലിറ്ററസി ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. പിന്നെ 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അതാണ് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഏജ് ലിമിറ്റ് 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഏജ് റിലാക്സേഷൻ, ഇപ്പോൾ AWS ആയതുകൊണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ടാവില്ല. ഈ 28 ഇതിൻ്റെ ഏജ് ലിമിറ്റ്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി ആണ്. ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ ആണ്. ഇതിൽ നമുക്ക് ഒരു പോസ്റ്റാണ്. അത് ST കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആണ്. അത് ഊട്ടിയിലാണ് അതിൻ്റെ പ്ലേസ്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന DRE, അല്ലെങ്കിൽ അത് ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BSc കഴിഞ്ഞിരിക്കുക 60% മാർക്ക് വേണം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. 60% മാർക്കോടുകൂടി. നമുക്ക് പേഴ്സണൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കട്ടെ. നിങ്ങൾക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള വർക്കായിരിക്കും. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 33 വയസ്സ് വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏജ് ഒക്കെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിൽ പുറമേ റിലാക്സേഷൻ ഉണ്ടായിരിക്കില്ല. ഇതിന് അടുത്ത ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആണ്. ഒരു വേക്കൻസിയാണ്. OBC ആണ്. OBC കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. OBC NCL കാൻഡിഡേറ്റ്സിന് കേട്ടോ. അപ്പോൾ അതത് കാൻഡിഡേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അവരുടെ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് 2 year ലബോറട്ടറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ IT കഴിഞ്ഞവരാണെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് 60% മാർക്കോട് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിലോ അതിന് തുല്യമായുള്ള ഏതെങ്കിലും ട്രേഡിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ നമുക്ക് അപ്രന്റീഷിപ്പ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇലക്ട്രോണിക്സ് അതിന് തുല്യമായിട്ടുള്ള അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഏജ് 31 ആണ് കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നത്.
പിന്നെ അടുത്ത ട്രേഡ്സ്മാൻ ബി ഇലക്ട്രിക്കലാണ് ഒരു വേക്കൻസിയാണ്, EWCനാണ് ഇത് വേക്കൻസി വന്നിരിക്കുന്നത്. നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ തന്നെയുള്ള സെയിം പോസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്, സോറി ഇത് ട്രേഡ്സ്മാൻ ആണ് കേട്ടോ. അപ്പോൾ ട്രേഡ്സ്മാനിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ തുല്യമായിട്ട് നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്രന്റീഷിപ്പ് ഉള്ളവരാണെങ്കിൽ അവർക്ക് എന്താണ് ഇലക്ട്രിക്കൽ അതുമായി ബന്ധപ്പെട്ട് അപ്രന്റീഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം, 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി കേട്ടോ. അപ്പോൾ 28 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് ഇതിലേക്ക് ട്രേഡ്സ്മാൻ ബി ഇലക്ട്രോണിക്സ് ആണ് ഒരു പോസ്റ്റാണ്, OBC ആണ് ഇതിൽ. ഇതിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ITI നമുക്ക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞിരിക്കണം, 60% മാർക്ക് ഉണ്ടായിരിക്കണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ഉണ്ടെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി എനിക്ക് 31 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിൽ ST കാൻഡിഡേറ്റ്സിനാണ്. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് നമുക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 3 വർഷത്തെ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിളൊക്കെ നമ്മൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും വേണം എന്നുള്ളതാണ്. പിന്നെ ഇതിന് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. ഈ പറയുന്ന ഡ്രൈവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 165 സെൻറ്റിമീറ്റർ വേണം, ചെസ്റ്റ് 80-85 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ദെൻ ഇതിൻ്റെ ഐ വിഷൻ എന്ന് പറയുന്നത് 6x6 എന്താണ് നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മിനിമം 6x6 ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ഗ്ലാസ് ഒന്നും ഇല്ലാതെ നമുക്ക് 6x9 എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം എന്നുള്ളതാണ്. ഫീമെയിൽ ആണെങ്കിൽ 187 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, ചെസ്റ്റ് അവർക്ക് അപ്ലിക്കബിൾ അല്ല, വെയിറ്റ് നിശ്ചിതമായുള്ള ഒരു ഹൈറ്റിനൊക്കെ അനുസരിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഐസൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി ഇതിലേക്ക് 35 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇതൊക്കെ നോക്കട്ടെ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ നോക്കണേ. ഇതിനടുത്ത് ക്ലർക്ക്, ജനറൽ അഡ്മിൻ, ഇതിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ST കാൻഡിഡേറ്റ്സിനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക, ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക, 50% മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ നോളജ് എന്ന് പറയുന്നത് നമുക്ക് ടൈപ്പിങ്ങിൽ നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ കുറഞ്ഞ വേക്കൻസി ആണെങ്കിൽ ചെയ്യുന്നതിൻ്റെ ബാക്കിൽ ഒരുപാട് നമ്മൾ എന്താണ് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് വേണം. കാരണം നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അപ്ലൈ ചെയ്യാം, അത് മിസ്സാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. നമുക്കറിയാം ഇത്തരം നോട്ടിഫിക്കേഷനൊക്കെ വളരെ കുറഞ്ഞ വ്യൂസ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഹെൽത്തിന് തന്നെ അത് ബാധിക്കും. അപ്പം എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരിക്കും. മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം ടൈം നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കാണുക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് പേഴ്സണൽ കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ഉണ്ടായിരിക്കണം, അതുപോലെ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിട്ട് കമൻറ്റ് സെക്ഷനിൽ. ഓക്കെ, മിനിമം 33 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ദെൻ വർക്ക് അസിസ്റ്റൻറ്റ് ഒരു പോസ്റ്റ് SC കാൻഡിഡേറ്റ്സിനാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഡേ ടു ഡേ ഓഫീസ് വർക്കിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 33 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഇത് SC കാൻഡിഡേറ്റ്സിനാണ് ഈ വേക്കൻസി. ഇതിനടുത്ത് വർക്ക് അസിസ്റ്റൻറ്റ് 1 പോസ്റ്റ് OBC കാൻഡിഡേറ്റ്സിനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗാർഡനിങ് അതുപോലെ അഗ്രികൾച്ചറിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 31 കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് വർക്ക് അസിസ്റ്റൻറ്റ് ഒരു പോസ്റ്റ് EWCനാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡേ ടു ഡേ ഓഫീസ് വർക്കിൽ എന്താണ് എക്സ്പീരിയൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഊട്ടിയാണ്, ഇത് നമ്മുടെ എന്താണ് EWS കാൻഡിഡേറ്റ്സിനാണ്. നേരത്തെ പറഞ്ഞത് SC ആണ് കേട്ടോ. അങ്ങനെ കാറ്റഗറി വൈസ് ആയിട്ട് തന്നെ അത് മാറി വരുന്നതാണ്. ക്വാളിഫിക്കേഷനൊക്കെ സെയിം ആണ്. 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് സെക്യൂരിറ്റി ഗാർഡാണ്, 1 പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് NCC അല്ലെങ്കിൽ സിവിൽ ഡിഫൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ ഹോം ഗാർഡ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി വർക്കിലോ ഡിഫൻസിലൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. അത് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കും. മെയിലാണെങ്കിൽ 165, ചെസ്റ്റ് 80-85, വിഷനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 6x6 ഉണ്ടായിരിക്കണം. കണ്ണട ഒക്കെ ആണെങ്കിൽ ഇനി നെയ്ക്കഡ് ആണെങ്കിൽ നമുക്കിവിടെ 6x9 ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഫീമെയിൽ ആണെങ്കിൽ 187 ആണ്. ദെൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ പറയുന്ന സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. മെയിലാണെങ്കിൽ 100 മീറ്റർ 16 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. പിന്നെ അടുത്ത ഇവൻ്റ് എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ എന്താണ് 6.5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓടിയെത്തണം. ഓക്കെ, പിന്നെ അവർ ഫീമെയിൽ ആണെങ്കിൽ 100 മീറ്റർ 18 സെക്കൻഡ് കൊണ്ടും 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് ആണ് ഇതിൽ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് പുട്ട് അങ്ങനെ ചിന്നപ്സ് അതുപോലെ പുഷപ്സ് ഇങ്ങനെയുള്ള കുറച്ച് ഇവൻറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് മാത്രമേ ഉള്ള മിനിമം 31 ഏജ് ലിമിറ്റ്. ഇതും സെക്യൂരിറ്റി ഗാർഡനാണ്. നേരത്തെ പറഞ്ഞ അതേ സെയിം ക്വാളിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് നമ്മളിത് സ്കിപ്പ് ചെയ്യണം കേട്ടോ. അതന്നെ സെയിം സംഭവമാണ്. ഇവിടെ ആർക്കാ പോസ്റ്റ് മാറുന്നുള്ളൂ. ഇവിടെ കാണാം EWSനാണിത്. നേരത്തെ പറഞ്ഞത് പോസ്റ്റ് എന്ന് പറയുന്നത് OBCക്കാണ് കേട്ടോ. ഓക്കെ, ആ ഒരു ചേഞ്ചസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ് എലിജിബിലിറ്റി. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 21 ജൂലൈ വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. സെലക്ഷൻ പ്രൊസീജിയറാണ്. ഇതിലേക്ക് എക്സാം കാര്യങ്ങൾ ഇൻ്റർവ്യൂ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും കേട്ടോ. സ്കിൽ ടെസ്റ്റ് അതുപോലെ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ഇനി അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോന്ന് നമുക്ക് നോക്കട്ടെ. ഇവിടെ തന്നെ അതിൻ്റെ ബ്രീഫായുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ. നമുക്ക് ഓരോന്ന് ഇതിൽ നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ്, ഇത് EWS കാൻഡിഡേറ്റ്സ്
കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അതിൽ തന്നെ PWBD കാൻഡിഡേറ്റ്സിന് VH കാറ്റഗറിക്ക് റിസർവ്ഡ് വേക്കൻസി ആണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ BSc ഫിസിക്സ് ഓർ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ അതിലൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്കാണ് കേട്ടോ. പിന്നെ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പേഴ്സണൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരിക്കണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്ത ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് ആണ്. ഇത് EWS കാൻഡിഡേറ്റ്സിനാണ്. EWSന് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി +2 പാസ്സായിരിക്കും 60% മാർക്കോടുകൂടി. നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ +2 ഏത് സ്ട്രീമോ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ലബോറട്ടറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം 2 വർഷത്തെ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന ഇലക്ട്രോണിക്സിൽ തുല്യമായിട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക, അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ചെയ്തവരും ആണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. 28 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ആണ്, ഒരു വേക്കൻസി ജനറലാണ്, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് IT പാസ്സായിരിക്കാം, മെഷീനിസ്റ്റ് ട്രേഡിൽ 60% മാർക്കോടുകൂടി 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അപ്രന്റീഷിപ്പ് നിങ്ങൾക്ക് മെഷീനിസ്റ്റിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ അവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. മിനിമം മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് B നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു പോസ്റ്റ് ജനറലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുക, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഈ വേർഡ് പ്രോസസ്സിങ്ങിലും ഡാറ്റാബേസിലും അതിലൊക്കെ ഉള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 33 ഏജ് ലിമിറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് B നിങ്ങൾക്ക് ഇവിടെ കാണാം, ജനറൽ 1 പോസ്റ്റ്. ഇതും ജനറൽ വേക്കൻസിയാണ്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ 5 വർഷത്തെ എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. 33 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് ക്ലർക്കാണ്, ഇതിലൊരു വേക്കൻസി ജനറലാണ്. അപ്പോൾ ജനറൽ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് SC ST OBC അങ്ങനെയൊക്കെ ആണെങ്കിൽ അതായത് കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കുക, ടൈപ്പിംഗ് നോളജ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് ക്ലർക്ക് നിങ്ങൾക്ക് SC കാൻഡിഡേറ്റ്സിനാണ്. ഇതിൽ നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം, ടൈപ്പിംഗ് നോളജ് ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 33 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ വീണ്ടും ക്ലർക്ക് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് OBC കാൻഡിഡേറ്റ്സിനാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മന്ത്ലി കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ടൈപ്പിംഗ് നോളജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ നടക്കണം, 1 ഇയർ എക്സ്പീരിയൻസ്, 31 ഏജിൽ. ഇതൊക്കെ ക്ലർക്കിനൊക്കെ സെയിം തന്നെയാണ് വരുന്നത്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സെയിം ക്വാളിഫിക്കേഷനാണ്, ഏജിൽ മാത്രം വ്യത്യാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഇത് മാറ്റുമ്പോൾ ഇത് EWS ആണെങ്കിൽ അവർക്ക് 28 ഏജ് ലിമിറ്റ്. ദെൻ അടുത്തത് OBC ആകുമ്പോൾ അവർക്ക് 31 ഏജ് ലിമിറ്റ്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ഈ 10ാമത്തെ ക്ലർക്ക് എന്ന് പറയുന്നത് OBCക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷനും അതുപോലെ തന്നെ ടൈപ്പിങ്ങിലുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ആയിട്ടൂടെ പറയുന്നതാണ്. കൊമേഴ്സ് BCom ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചും പാടെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു ഇത്ര എക്സ്പീരിയൻസ് വേണമെന്നൊന്നും ഇതിൽ പറയുന്നില്ല. ടൈപ്പിംഗ് സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BCom കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 10ാമത്തെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 31 ഏജ് ലിമിറ്റ്. ഇപ്പോൾ ഫ്രഷർ ആയിട്ടുള്ള കൊമേഴ്സ് കഴിഞ്ഞവർക്ക്, അതായത് ഈ പറയുന്ന BCom കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം. ഇനി അടുത്ത ഡ്രൈവറാണ്. ഇതിലേക്ക് നമുക്ക് 3 പോസ്റ്റ് ഉണ്ട്. 3 പോസ്റ്റും ജനറൽ വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ. പിന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിളൊക്കെ ഓടിച്ചിട്ടുള്ള. മെയിലാണെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, അതിൻ്റെ 165 സെൻറ്റിമീറ്റർ മെയിലാണെങ്കിൽ വേണം. ചെസ്റ്റ് 80 to 85 ആയിരിക്കണം. വിഷൻ 6/6 കണ്ണട വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാം. അതോടെ ഈ നെയ്ക്കഡ് ആണെങ്കിൽ നമുക്ക് 6/9 ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് 157 സെൻറ്റിമീറ്റർ വേണം ഹൈറ്റ്. ചെസ്റ്റ് അവർക്ക് ബാധകമല്ല, 6/6ഉം 6/9 ആയിരിക്കണം. പിന്നെ നമുക്ക് 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഡ്രൈവർ അടുത്തത് 1 പോസ്റ്റ് SCക്ക് ഉണ്ട്. അവർക്ക് സെയിം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ലൈസൻസും ഒക്കെ സെയിം തന്നെയാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ്. ഏജ് ലിമിറ്റ് മാത്രം വരും, 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ ഡ്രൈവർ അടുത്ത് ജനറൽ ഉണ്ട്, അവർക്കും ഇതേ സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. പക്ഷേ അവർക്ക് ഈ പറയുന്ന ഏജ് ലിമിറ്റ് മാറും, 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വീണ്ടും ഡ്രൈവർ പോസ്റ്റാണ്, 2 വേക്കൻസി OBCക്കാണ്, സെയിം ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, അതായത് നേരത്തെ മുകളിൽ പറഞ്ഞത് സെയിം ക്വാളിഫിക്കേഷൻ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. 33 ഏജ് ലിമിറ്റ് മാത്രമേ അവിടെ മാറുന്നുള്ളൂ. പിന്നെ അടുത്ത് വരുന്ന ഡ്രൈവർ തന്നെയാണ്. EWSന് ഒരു വേക്കൻസിയിലാണ്. സെയിം ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ സെയിം തന്നെയാണ്. ഏജ് ലിമിറ്റ് 30 വരുന്നത്. ഇതിനടുത്ത് വരുന്ന കുക്കാണ്. ഇത് ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കിങ്ങിലൊക്കെ ഉള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് സെക്യൂരിറ്റി ഗാർഡ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നോട്ടിഫിക്കേഷൻ നമ്പർ 1 പറഞ്ഞില്ലേ, അതേ സെയിം സംഭവം തന്നെയാണ് ഇതിലും സെക്യൂരിറ്റി ഗാർഡിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, സെയിം ക്രൈറ്റീരിയ ആണ്, സെയിം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സെക്യൂരിറ്റി ഗാർഡ് 3 പോസ്റ്റ് OBCക്ക് വന്നിട്ടുണ്ട്. അവർക്കും ഇത് സെയിം ക്രൈറ്റീരിയ ആണ്. നിങ്ങൾ 1ാമത്തെ നോട്ടിഫിക്കേഷനിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയാൽ മതി കേട്ടോ. വീണ്ടും സെക്യൂരിറ്റി ഗാർഡ് 2 പോസ്റ്റ് EWSനുണ്ട്. ഓക്കെ,
പിന്നെ വരുന്നത് വർക്ക് അസിസ്റ്റൻ്റ് ആണ്, ഒരു പോസ്റ്റ് ജനറലാണ്. അപ്പോൾ ഇതിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതുപോലെ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. ഗാർഡനിങ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ വർക്ക് അസിസ്റ്റൻ്റ് ഒരു പോസ്റ്റ് SC കാൻഡിഡേറ്റ്സിനാണ്. മുകളിൽ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. 33 ഏജ് ലിമിറ്റ് മാത്രം മാറുള്ളൂ. ദെൻ അടുത്ത വർക്ക് അസിസ്റ്റൻ്റ് ഈ പറയുന്ന 1 പോസ്റ്റ് OBCക്കാണ്. ഇതിൽ നമുക്ക് ഈ പറയുന്ന 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതുപോലെ തന്നെ ഡേ ടു ഡേ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അടുത്ത വർക്ക് അസിസ്റ്റൻ്റ് ഒരു പോസ്റ്റ് OBCക്കാണ്. ഇതിൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എന്താണ് ഡേ ടു ഡേ ഓഫീസ് വർക്കുമായിട്ട് എക്സ്പീരിയൻസ്. നേരത്തെ മുകളിൽ പറഞ്ഞ സെയിം സംഭവം തന്നെ, റിസർവേഷൻ മാറുന്നുള്ളൂ. അടുത്ത വർക്ക് അസിസ്റ്റൻ്റ് ഒരു പോസ്റ്റ് OBC പ്ലസ് PWD HH കാറ്റഗറീസ് ആണ്. അവർക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷനൊക്കെ സെയിം ആണ്. ഇതിനടുത്ത വർക്ക് അസിസ്റ്റൻ്റ് 1 പോസ്റ്റ് OBC, നിങ്ങൾക്ക് അതിൻ്റെത് 31 ഏജ് ലിമിറ്റ്, സെയിം ക്വാളിഫിക്കേഷൻ തന്നെ മുകളിൽ പറഞ്ഞ. ഇതിനടുത്ത് വർക്ക് അസിസ്റ്റൻ്റ് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് 31. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. മുൻപത്തെ നോട്ടിഫിക്കേഷനിൽ ഈ നോട്ടിഫിക്കേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വർക്ക് അസിസ്റ്റൻ്റ് ഒരു പോസ്റ്റ് AWS ആണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പറയുന്ന ഡേ ടു ഡേ വർക്ക് എന്താണ് ഓഫീസ് വർക്കിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു വർഷം, 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഇതിൻ്റെ 21 ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് കൊടുക്കും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്ലൈ ആവുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് കാണാം NCR ഊട്ടി റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾ ഇതിൽ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് നോക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ലിങ്ക് കാണാം. അതിൽ നോട്ടിഫിക്കേഷൻ, ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. ദെൻ നിങ്ങൾ അപ്ലൈ ആവുന്നുള്ള ബട്ടൺ, നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈൻ്റെ ക്ലിക്ക് ചെയ്യാറുണ്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫോം ലോഗിൻ പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൻ്റെ സിമ്പിൾ ഇതൊക്കെ കൂടെ കാണാൻ പറ്റും, ലോഗോസ് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ലോഗിൻ എന്നുള്ള പേജിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം കാണാം. ആ ന്യൂ രജിസ്ട്രേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേരും മിഡിൽ നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ പേര് കൊടുക്കുക, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ കൊടുക്കുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. സിംഗിൾ ആണ് സിംഗിൾ കൊടുക്കുക. ദെൻ മാരീഡ് ആണ് മാരീഡ് കൊടുക്കുക. പിന്നെ PWD ആണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഒരു യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ മൊബൈൽ നമ്പർ കൊടുക്കുക, മെയിൽ ID കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് ഇവിടെ കൊടുക്കാം. ഇതിന് ശേഷം നാഷണാലിറ്റി നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള സെലക്ട് ചെയ്യാം. ദെൻ കാറ്റഗറി SC ST OBC ഏതായിരിച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഏതാഴ്ച കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്ട്രീറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ സിറ്റി, സ്റ്റേറ്റ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തെന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇതിനുശേഷം പിൻകോഡ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നിലവിൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെമി ഗവൺമെൻറ് അല്ലെങ്കിൽ PSCO അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കാം. നമ്മൾ നോ കൊടുക്കുക. ആധാർ നമ്പർ കൊടുക്കാം. ദെൻ പാൻ നമ്പറും കൊടുക്കണം. ഓക്കെ, ഈ രണ്ടും ആധാർ നമ്പറും പാൻ നമ്പറും ഇവിടെ മാൻഡറ്ററി ആണ്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളത് കൊടുക്കുക കേട്ടോ. അത് കൊടുക്കാതെ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അത് ഞാൻ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് ആധാറും പാൻ നമ്പറും നിർബന്ധമായിട്ട് കൊടുക്കണമെങ്കിലേ പോകുള്ളൂ കേട്ടോ. അപ്പോൾ പാൻ കാർഡ് ഇല്ലാത്തവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് സാരം. പാൻ കാർഡ് നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാം. പാൻ കാർഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ലോഗിൻ പേജിലേക്ക് തന്നെയാണ് ഓട്ടോമാറ്റിക്കായി പോകുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുക. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്ത ഇമെയിൽ ID ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പാസ്വേഡും ചോദിക്കുന്നത്. ആ പാസ്വേഡ് എന്താ വെച്ചാൽ നമ്മൾ കൊടുത്ത പാസ്വേഡ് ഉണ്ടല്ലോ, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സൈനിങ് എന്ന് കൊടുക്കാം. അങ്ങനെ സൈനിങ് എന്ന് കൊടുത്താൽ നമ്മൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. അപ്പം ഇതിൽ 2 നോട്ടിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മൂന്നാമതൊരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് ഈ ലാസ്റ്റുള്ള നോട്ടിഫിക്കേഷനാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ആ വ്യൂ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതിൽ അവിടെ കുറഞ്ഞ വേക്കൻസി ഇതിലും വരുന്ന എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ജസ്റ്റ് നോക്കാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കേട്ടോ, ഈ പറയുന്ന ഗ്രാജുവേറ്റ്, അതുപോലെ ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ അതിലേക്കുള്ള അങ്ങനെയുള്ളവർക്കൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് BR BTech കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അടുത്തത് വരുന്നത് BR BTech ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കാണ് 2 വർഷത്തെ എക്സ്പീരിയൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BR BTech എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക്. അപ്പോൾ അതിൽ കുറച്ച് വേക്കൻസികൾ ഇതിലുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഇപ്പം ലൈവായുള്ള വേക്കൻസിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം 2024/4 2024/5 ആണ്. 2024/3 നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അത് നോക്കട്ടോ, വ്യൂ അഡ്വർടൈസ്മെൻറ്റ് നോക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ 2024/ ഇപ്പം ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ വിചാരിക്കുന്നത് 2024/4 ആണ്. അപ്പോൾ ഇതിൻ്റെ നേരെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും അപ്ലൈ എന്നുള്ള ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നിങ്ങൾ ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അപ്ലൈ നിങ്ങൾക്ക് സെപ്പറേറ്റ് 2 എണ്ണത്തിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 കാറ്റഗറിയും അപ്ലൈ ചെയ്യാം. 2024/4 ആണെങ്കിൽ അത് അതിൻ്റെ നേരെയുള്ള ക്ലിക്ക് ചെയ്യുക. ഇനി എല്ലാ 24/5 ആണെങ്കിൽ അതിൻ്റെ നേരെയുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ നമ്മളിപ്പോൾ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇതിൽ ഏത് പോസ്റ്റിലേക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം, കാറ്റഗറി കൂടെ കാണാം. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ എന്നുള്ളത് എന്താണ്, ജനറലാണ്. ബാക്കിയുള്ളത് അതത് കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് EWS അല്ലെങ്കിൽ ഇപ്പം SC അങ്ങനെ ഓരോന്നും കാണാം. ഓപ്പൺ എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കട്ടോ. മറ്റേത് SC ST OBC EWS ഏതായാലും അങ്ങനെയുള്ള അതത് റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ EWS PWD ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് ഇത് ഓപ്പൺ എന്നാണ്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ഇതാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്, അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ടും വായിച്ച് നോക്കിയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിട്ടൺ ടെസ്റ്റ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗമാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും പാടെ പ്രൊഫൈലിൽ കയറിയിട്ട് ആദ്യം ഒന്ന് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ അപ്ലൈ ബട്ടൺ ഡയറക്റ്റ് കൊടുക്കരുത്. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ റൈറ്റ് സൈഡിൽ ഞാൻ വിട്ടുപോയതാണ്. റൈറ്റ് സൈഡിലുള്ള മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗമുണ്ട്. ഈ മൈ പ്രൊഫൈൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറേ ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്യാൻ കേട്ടോ കുറച്ചും പാടെ. ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബേസിക്കായുള്ള കാര്യങ്ങൾ നമ്മളങ്ങനെ കൊടുത്തു പോകണം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, പ്രൊഫൈൽ ഇമേജ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും താഴെ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്യണം പ്രൊഫൈൽ ഇമേജ് ആയിട്ട്. എന്നിട്ട് അപ്ഡേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കാം. അപ്പോൾ പ്രൊഫൈലിൻ്റെ പിക്ചർ ഇവിടെ വരും, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അടുത്തേക്ക് കൊടുക്കേണ്ടത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് വരിക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പിന്നെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാണ്ട് പിന്നെ അതർ ഡീറ്റെയിൽസ് ഇങ്ങനെ കംപ്ലീറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്ന് എടുത്ത് എന്ത് ചെയ്യാം, അതിൻ്റെ ഇത് കംപ്ലീറ്റ് ഇപ്പോൾ IT ആണ്, ഇപ്പോൾ SSLC ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ കൊടുത്തു പോകാം. ഓക്കെ, അതിൻ്റെ നമ്മളെവിടെ പഠിച്ചാൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, എന്നാണ് നമ്മൾ പാസ് ഔട്ട് ആയത് വെച്ചാൽ നിങ്ങൾ അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ വെറുതെ ഒരു എക്സാമ്പിൾ മാത്രം എത്ര പെർസെൻറ്റേജിൻ്റെ വെച്ചാൽ അടിച്ചു കൊടുക്കാം. എന്നിട്ട് സേവ് എന്ന് കൊടുക്കാം. ഓക്കെ, അതെന്ത് ചെയ്യും, സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സേവ് ആയാലും ഇവിടെ കാണാൻ പറ്റും സേവ് ആയിട്ടുണ്ട്. ഇനി ഡിലീറ്റ് ആക്കണം, ഡിലീറ്റ് ആക്കാം, എഡിറ്റ് ആക്കാം. അങ്ങനെ നിങ്ങൾ ഓരോന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കില്ല. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ഉണ്ട് ഇതുപോലെ ആഡ് ചെയ്യാം. അത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മറ്റു ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് റെഫറൻസും കാര്യങ്ങളും ഇങ്ങനെയുള്ള കുറച്ചാണ്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് അക്കാദമിക് കാര്യങ്ങളൊക്കെ അറിയുന്നത്, നമ്മുടെ കോളേജിലൊക്കെ ഉള്ള ഏതെങ്കിലും ലെക്ചേഴ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരൊക്കെ പേരും അവരുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് ഇവിടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് കൊടുത്താൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇനി ഡ്രൈവിംഗ് പോസ്റ്റിലേക്കാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫിനിഷ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിതൊന്നും ഫുള്ളായിട്ട് ആക്കിയില്ല. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ കാണിക്കും ഇൻസ്ട്രക്ഷൻ. ജസ്റ്റ് 2-3 ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പ്രൊഫൈലുണ്ട്, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ ആഡ് ആയിട്ടില്ല. എന്നിട്ട് ഞാൻ അപ്ലൈ കൊടുത്താൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ അപേക്ഷ ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ നോട്ടിഫിക്കേഷനൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇപ്പോൾ അപ്ലൈ കൊടുത്തു പോയാൽ ഇത് ചിലപ്പോൾ എന്താണ് അത് കറക്റ്റായിട്ട് അപ്ലൈ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഡെമോ അക്കൗണ്ട് ആണല്ലോ, അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, അവർ പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നെ വിളിച്ച് അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്ലൈ നൗന്ന് കൊടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അപ്ലൈ നൗന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ കംപ്ലീറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒന്നുമില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ജസ്റ്റ് 2-3 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നും നമുക്ക് ഐഡിയും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ ഇത്തരത്തിൽ ചെറിയ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ ചെയ്യാട്ടോ, സജസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് നമ്മൾ അത്ര നോട്ടിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.